ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ആലപ്പുഴയിൽ ശക്തമായ മഴ തുടരുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആര്യ, ആലപ്പുഴയിൽ രാവിലെ ഏതാണ്ട് 2 മണിക്കൂറും ഏതാണ്ട് മഴ അല്പശമനമുണ്ടായിരുന്നു. വീണ്ടും ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴയായിരുന്നു. ആ മഴ ഇപ്പോഴും തുടരുകയാണ്. ചേർത്തലയിലൊക്കെ തന്നെ അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പൊതുവെ ആലപ്പുഴ ജില്ലയിൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അമ്പലപ്പുഴയിലും അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ, ആലപ്പുഴ നഗരത്തിൽ ഇത്തരത്തിൽ ഏതാണ്ട് 8ഓളം ക്യാമ്പുകളിലായിട്ട് 700ഓളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലൊന്നും തീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നേരിയ തോതിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് വീടുകളിൽ കയറിയിട്ടുണ്ട്. പാടങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യ കൃഷി കഴിഞ്ഞ് രണ്ടാമത്തെ കൃഷിക്കായിട്ട് സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാടത്ത് വെള്ളം കയറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മഴയും കൂടെ ആയതോടുകൂടി ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന പുറംബണ്ടുകളൊക്കെ താമസിക്കുന്നവർ രൂക്ഷമായ വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പമ്പയാറിൻ്റെ കൈവരികളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. തോട്ടപ്പള്ളി വഴിയും അന്ധകാനഴി വഴിയും ഒക്കെ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള നീരൊഴുക്ക് ശക്തിപ്പെടുത്തുന്നതിന് ജില്ലാ ഭരണകൂടം നേരത്തെ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് കാര്യമായ രീതിയിൽ അത് കുട്ടനാടിനെ ബാധിക്കില്ല. കിഴക്ക് നിന്നുള്ള മലയോര പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ശക്തമായിട്ടുള്ള കടൽക്ഷോഭം എന്ന് പറയാനായിട്ടില്ല എങ്കിലും കടൽ കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്കിലും ഇവിടെയൊന്നും തന്നെ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലായിട്ടില്ല. ശക്തമായ കടൽക്ഷോഭവും അതോടൊപ്പം തന്നെ വരുന്ന മണിക്കൂറുകൾ മഴ ശക്തി പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ക്യാമ്പുകൾ തുടരേണ്ടി വരും. നിലവിൽ ഏതാണ്ട് 700ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലപ്പുഴ നഗരത്തിലും അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിലും ചേർത്തലയിലുമൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആര്യ, ശരി, ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.